ഹലോ. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എടപ്പാൾക്കാണ് പോകുന്നത്. ചേച്ചി വന്നാൽ ഇങ്ങനത്തെ ഒരു കറക്കാതെ നിർബന്ധം. മെയിനായിട്ട് എടപ്പാൾ തന്നെയാവും പോവുക. അവിടെ ഒന്ന് ചെന്ന് തിരിഞ്ഞു വരണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മുടെ നക്ഷമോ അവിടെ ആരായിട്ടൊക്കെ തല്ലുകൂടിയിട്ട് കരഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ 2 അടി അടിച്ചിട്ട് അവൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് പോയിട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തുള്ള സെൻറ്ററിലെത്തിയപ്പോൾ അവിടെ ഷോപ്പുകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ഇന്ന് വല്ല ഹർത്താലാണോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇവൻ പരിപാടി ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കണം. താഴെ ഒരു കുപ്പി ഇടുന്നിരുന്നു, അത് കൈ കിട്ടുന്ന വരെ അവ ഒതുങ്ങിയിരുന്നില്ല. അത് കൈ കിട്ടിയപ്പോഴാണ് അവൻ ഒതുങ്ങി. അതിൻ്റെ ഇടയിൽ ഇച്ചു ഇരുന്നിട്ട് നക്ഷോ നക്ഷോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇച്ചുവിനോട് ഞാനൊന്ന് ചിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്യൂട്ട് ചിരിയൊക്കെ ഇട്ടിട്ട് അവൻ നക്ഷോനായിട്ട് കളിക്കാൻ തുടങ്ങി. നമ്മൾ എടപ്പാൾ ഫസ്റ്റ് പോയത് ഒരു ജ്വല്ലറിക്കായിരുന്നു കേട്ടോ. മലബാർ ഗോൾഡിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴും നമ്മുടെ നക്ഷമോൻ ഇതാ ഫുൾ പവറായിട്ട് എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയായിരുന്നു. അവിടെ ഫുൾ അവൻ ചുറ്റിക്കണ്ട് നടക്കുന്നുണ്ട്. ഈ നടത്തം തുടങ്ങിയതിന് ശേഷം അവൻ ഒരു ഭാഗത്തിരിക്കുന്നില്ല ഗൈസ്. ഫുള്ള് ഈ ഓട്ടവും നടത്തമൊക്കെ തന്നെയാണ്. പിന്നെ അവൻ ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങിയതിൻ്റെ ഒരു ഉത്സാഹമാണ്. അവൻ അവിടെ കളിച്ച് നടക്കട്ടെ. പിന്നാലെ നമ്മുടെ ഇച്ചു ചേച്ചിയുണ്ട്, അപ്പോൾ ഒരു കളി ഇത്തിരി കൂടും. അത് കഴിഞ്ഞ് മിറർ കണ്ട നമുക്ക് ഈ ഒരു ഷോ അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് കേട്ടോ പോയത്. അതിന് നേരെ മുന്നിലുള്ള ഒരു ടീ ഷോപ്പിലേക്ക് തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ ഇതാ നക്ഷമം കണ്ടില്ല, നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നൊരു ഗ്ലാസ് അത് എടുത്തുകൊണ്ട് പോയതിന് വയലൻ്റ് ആവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ വല്യമ്മയ്ക്ക് ഒരു അടിയും കിട്ടുന്നുണ്ട്. വല്യമ്മ ഞെട്ടിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫുഡൊക്കെ വന്നു. ജ്യൂസും ഷവർമയൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഷോപ്പിക്കേക്കാട്ടോ പോയത്. ശോഭിക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചേച്ചി നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ അവൾക്ക് അവിടെ കയറണം നിർബന്ധം. അപ്പോൾ അവൾക്ക് എന്തൊക്കെ ഐറ്റംസ് എടുക്കാനുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് തന്നെ പോയി. പിന്നെ അവിടെ നമ്മൾ അധികം നേരമൊന്നും നിന്നില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വേഗം പോന്നു. പിന്നെ ഇപ്പോൾ എപ്പോൾ എടപ്പാൾ ചെന്നാലും അവസാനം ഇവിടെയാണ് ചെന്നെത്തുക കേട്ടോ. ഇത് നമ്മുടെ തറവാട് പോലെ ആയിരിക്കുന്നു. ഇവിടെ ഒന്ന് അതായത് വീട്ടിൽ പോയ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അവിടേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പ്രാവശ്യം നമ്മൾ നെസ്റ്റോക്ക് അല്ല കേട്ടോ, നമ്മളൊരു സെലൂണിക്കാണ് വന്നിരുന്നത്. മെയിൻ കാര്യം നമ്മുടെ ഇച്ചുവിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മുടെ ഇച്ചു ഹെയർ കട്ട് ചെയ്യാൻ നല്ല സുന്ദരിയായിട്ട് ഇരുന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മളേതോ കൊറിയൻ കട്ടൊക്കെയാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്കൊന്ന് തോന്നി ഇന്ന് പെഡിക്യൂർ ചെയ്താലോ, അങ്ങനെ ഞാനത് ചെയ്യായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പം മോനൊക്കെ ആയതിനു ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങൾ അങ്ങനെ പ്രയോറിറ്റീസോ കാര്യങ്ങളോ കൊടുക്കാറില്ല. ഞാൻ അവൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ തോന്നി നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അതിനിരുന്നു. ഞാനത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഇച്ചു മുടിക്ക് കെട്ടി നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇച്ചു ഭയങ്കര സുന്ദരിയാണല്ലോ. നല്ല ഭംഗിയുണ്ടില്ല ഹെയർ കട്ട്, അവൾക്ക് നല്ലതായിട്ട് ഇണങ്ങുന്നുണ്ട് മുഖത്തിന്. അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് കുട്ടി അങ്ങനെയൊക്കെ ആക്കി തരുന്നുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ ചെയ്തു തരും. അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ടിങ്ങും. ഇപ്പോൾ എൻ്റെ കാലിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തോ മാസ്കൊക്കെ തേച്ചിട്ട് ഇരിപ്പാണേ. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്ത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയേക്കപ്പോൾ ഇവരിതൊരു മോമോസുമായിട്ട് അംഗം വെട്ടുന്നു. സമയം ഒരുപാടായി. നമ്മുടെ നഷ്മോന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഓക്കെ, ബൈ.